ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ നിഫ്റ്റിയിലൊരു എൻട്രി വരുന്നുണ്ട്, കോൾ ഓപ്ഷനിലാണ്. നമുക്കിവിടെ ATM ആയിട്ടുള്ള സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ 23,900 ആയിരിക്കും. സോ ഇവിടെ ഓൾറെഡി സെലക്ട് വെച്ചിട്ടുണ്ട് പ്രീമിയത്തിൻ്റെ ചാർട്ട്. അത് നമുക്ക് ഫ്ലാറ്റ് ട്രേഡിലും കൂടെ സെലക്ട് ചെയ്യാം. 23,900 കോൾ ഓപ്ഷനാണ്. ഇന്ന് എക്സ്പയറി ഡേ ആണ്. അപ്പോൾ ചിലപ്പോൾ നല്ലൊരു മൊമെൻ്റൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ലിക്വിഡിറ്റി ഏരിയ ഓൾറെഡി ടാപ്പ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. സോ അവിടെ നിന്ന് നല്ലൊരു മൊമെൻ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും നമുക്കിവിടെ ഒക്കെ റെഡി ചെയ്യുക. 390 ക്വാണ്ടിറ്റി, കവർ ഓർഡർ, സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്, മാർക്കറ്റ് ഓർഡർ. ഈ മാസം ക്വാണ്ടിറ്റി കൂട്ടിയിട്ടൊന്നുമില്ല, 390 തന്നെയാണ്. നെക്സ്റ്റ് മന്ത് തൊട്ട് കൂട്ടാനുള്ള പ്ലാൻ ഉണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ എൻട്രി വരെ ഒന്നും കൂടെ മാർക്കറ്റ് ഡയലോ ഒക്കെ എടുക്കണം. ഡയലോ എടുത്തിട്ട് കുറച്ചും കൂടെ താഴേക്കൊക്കെ വരണം, എന്നാലും നമ്മൾ എൻട്രി എടുക്കുള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യുക. ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഒക്കെ ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി 1 മിനിറ്റിൽ നല്ലൊരു എൻട്രി കിട്ടുന്ന സമയത്ത് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ട്. ഡയലോ ടാപ്പ് ചെയ്തില്ലല്ലോ. ഡയലോൻ്റെ അടുത്ത് എത്തിയില്ല. ഡയലോ ടാപ്പ് ചെയ്തിട്ട് ഒന്നും കൂടെ കുറച്ചും കൂടെ താഴേക്ക് വരണം. ഞാൻ എൻട്രി വരുന്ന സമയത്ത് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എൻട്രി ഇവിടെ വരുന്നുണ്ട്. നിഫ്റ്റി കുറച്ചും കൂടെ താഴേക്ക് വന്നിട്ട് ലാസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ താഴേക്ക് കട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ക്യാൻഡലിൻ്റെ ലോ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം. അതാണ് ഇപ്പോൾ നിലവിലുള്ള പ്ലാൻ. അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുള്ളത് കട്ട് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അതിൻ്റെ ലോ നോക്കുകയാണെങ്കിൽ 23,884.4, 84.24 ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻട്രി എടുക്കാം. ബൈ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. 40.1 നമുക്ക് എൻട്രി കിട്ടിയത്. 40.1 എൻട്രി പ്രൈസ് നോക്കുകയാണെങ്കിൽ ടിപ്പിലല്ല കിട്ടിയത്, കാരണം തൊട്ട് മുന്നത്തെ ക്യാൻഡിൽ ലോ, ഞാൻ എൻട്രി എടുത്ത ക്യാൻഡിൽ നിഫ്റ്റിയിൽ ലോ കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ പ്രീമിയത്തിൽ ലോ കട്ട് ചെയ്തിട്ടില്ല. ചെറിയൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് പ്രീമിയത്തിൽ. എന്തായാലും നമുക്ക് നോക്കാം. 40.1 എൻട്രി, 6 പോയിൻറ്റ് SL, 30 പോയിൻറ്റ് അതിൽ 1:5 ആവും. പക്ഷേ ഇതിൽ ടാർഗറ്റ് ചെറിയൊരു കൺഫ്യൂഷനിലാണുള്ളത്. കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ നല്ലൊരു ഏരിയ മേലെ ഉണ്ട്. ഞാൻ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഏരിയ, അതായത് ഇവിടെ 23,972.67 ഈ റേഞ്ചിലാണ് ഞാൻ എക്സിറ്റ് പ്ലാൻ ചെയ്യുന്നത്. നല്ലൊരു പ്രോപ്പർ ലെവലാണ്. പക്ഷേ അതിൻ്റെ അടിയിൽ ഇവിടെ ചെറിയൊരു ലിക്വിഡിറ്റി ഏരിയ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ ബിഹേവിയർ നോക്കിയിട്ടായിരിക്കും ഞാൻ ഹോൾഡ് ചെയ്യണോ അല്ലെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ താഴെ തന്നെ എക്സിറ്റ് ചെയ്യും, അതല്ലെങ്കിൽ മെയിൻ ടാർഗറ്റ് മേലെ എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യും. നല്ലൊരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഡേ ഹൈ വരെയൊക്കെ പോകാനുള്ളൊരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. അതുവരെ പോവില്ലെങ്കിൽ അതിപ്പം വരുന്നത് താഴേക്ക് തന്നെ വരുന്നുണ്ട് പ്രീമിയമൊക്കെ. ഇപ്പം തന്നെ SL അടിക്കാനുള്ളത് അറിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം ഫീൽ ചെയ്തിട്ടാണ് എൻ്റെ അടുത്തത്. ഹയർ ടൈം ഫ്രെയിമിൽ നല്ല ലെവലൊക്കെ ടാപ്പ് ചെയ്തിട്ടാണ് റിവേഴ്സൽ വരുന്നത്. അതുകൊണ്ട് നല്ല മൂവ്മെൻറ്റ്, പിന്നെ എക്സ്പയറി ഡേയും കൂടെ ആയതുകൊണ്ട് പ്രീമിയത്തിലൊക്കെ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഒക്കെ പ്രോബിലിറ്റീൻ്റെ ബേസിലാണ് നമ്മൾ എടുക്കുന്നത്, അല്ലാതെ ട്രേഡിങ്ങിൽ 100% ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു സംഭവം ഇല്ലല്ലോ. എന്തായാലും നമ്മുടെ ട്രേഡും ഇതൊക്കെ സെറ്റാണ്. ഇനി നമുക്ക് ടാർഗറ്റോ അല്ലെങ്കിൽ SL അല്ലെങ്കിൽ ഒന്ന് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു ലോസിലാണെന്ന് തോന്നുന്നു പ്രീമിയം. പക്ഷെ നമ്മളെ നിഫ്റ്റി ചെറിയൊരു പ്രോഫിറ്റ് തന്നെ. നിഫ്റ്റിൻ്റെ ചാർട്ടിൽ മാർക്കറ്റ് മേലേക്ക് തന്നെയാണ്, നമ്മൾ എടുത്ത ക്യാൻഡലിനെക്കാട്ടും മേലേക്ക് തന്നെയാണ്. ഈ ഒരു 11.56 ഈ ഒരു ക്യാൻഡലാണ് നമ്മൾ എൻട്രി എടുത്തത്. ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ പോയതിൻ്റെ ടൈം കാണാം. 11.56 എടുത്തത്. ഇതുവരെ നിലവിലുള്ള ക്യാൻഡിൽ അതാണ് ആയിരുന്നു ടിപ്പസ്റ്റ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ലോ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ SLൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ട്രേഡ് SL അടിക്കുകയാണെങ്കിൽ ഇത് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാനൊന്നും ഉണ്ടാവില്ല വീഡിയോ. എന്തായാലും നോക്കട്ടെ. നമുക്ക് SLൻ്റെ തൊട്ടടുത്ത് വരെ പോയിട്ട് അവിടുന്ന് ചെറിയൊരു മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. മേലേക്ക് വരും താഴേക്ക് വരും എന്താണുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഏതാണെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതുവരെ ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാം. നിഫ്റ്റി നമ്മളെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അടിയിൽ നമ്മൾ പറഞ്ഞിരുന്ന ലിക്വിഡിറ്റി ഏരിയയിൽ എക്സിറ്റ് ചെയ്തില്ല. ചെറിയൊരു ലിക്വിഡിറ്റി ഏരിയ 23,916.6 നമ്മൾ എക്സിറ്റ് ചെയ്തില്ല. അവിടെ നല്ലൊരു മൂവ്മെൻറ്റും ഫീൽ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് വെയിറ്റ് ചെയ്തു മെയിൻ ടാർഗറ്റിന് വേണ്ടിയിട്ട്. മെയിൻ ടാർഗറ്റ് ഓക്കെ ഇപ്പോൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലാറ്റ് ട്രേഡ് പോയിട്ട് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് കൊടുക്കാം. ഓക്കെ, ആ ട്രേഡ് ഇവിടെ എക്സിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ടാർഗറ്റ് അടിച്ചു, നമ്മൾ എക്സിറ്റ് ചെയ്തു. അതിൽ നമ്മൾ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഓക്കെ, അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ട്. 19,461 നമുക്കതിൽ പ്രോഫിറ്റ് കിട്ടിയത്.
ഓൾമോസ്റ്റ് 20,000 അടുത്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എക്സിറ്റ് ആയ പ്രൈസ് 90 ആണ്, കറക്റ്റ് 90-ലാണ് എക്സിറ്റ് ആയത്. 90 എന്ന് പറയുന്നത് ഏകദേശം 89, ഓക്കെ ഇവിടെയാണ്. ഓക്കെ, നമുക്ക് 50 പോയിൻറ്റ്സ് ഈ ഒരു ട്രേഡിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. 50 അതിപ്പോൾ 90.1 ആണെങ്കിൽ 49.9 ആയിരിക്കും, നമുക്ക് 50 റൗണ്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു ട്രേഡിൽ നമ്മൾ 50 പോയിൻറ്റ്സാണ് ക്യാച്ച് ചെയ്ത്. അത്യാവശ്യം നല്ല അടിപൊളി എൻട്രിനാണ്. ഇനി എൻട്രി എടുത്തു. അത് ടിപ്പിൽ നിന്നായിരുന്നു എൻട്രി എടുത്തത്, പക്ഷേ ഒന്നും കൂടെ മാർക്കറ്റ് ടിപ്പ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ SL തൊട്ടടുത്ത് വരെ പോയിട്ടാണ് തിരിച്ചു വന്നത്. നിഫ്റ്റിയിൽ പോയില്ല താഴേക്ക്, പക്ഷേ പ്രീമിയത്തിൽ ഇന്ന് ഇതായതുകൊണ്ടായിരിക്കാം, എക്സ്പയറി ആയതുകൊണ്ട് ചെറിയ തീറ്റടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രീമിയം ഒന്നും കൂടെ താഴേക്ക് പോയതിന് ശേഷമാണ് മേലേക്ക് കയറി വന്നത്. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ എൻട്രി 11.56-നാണ്. 11.56-ൻ്റെ ക്യാൻഡിൽ ഈ ഒരു റെഡ് ക്യാൻഡിലാണ്. അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് ഒന്നും കൂടെ വന്നു. അതിൻ്റെ താഴെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് സ്വീപ്പ് ചെയ്തു. അതിൽ നമ്മൾ SL തൊട്ടടുത്ത് വരെ എത്തി. അവിടെ നിന്നാണ് കയറിപ്പോയത്. അതുപോലെ ലക്ക് നോക്കിയേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ തൊട്ടടുത്ത് വരെ വന്നിട്ട് തിരിച്ചു പോയതാണ്. അപ്പോൾ ചിലപ്പോൾ അത് അടിക്കാം. ഈ ഒരു ടിപ്പിൽ നിന്ന് ഒരു പൊടിക്കോടും താഴേക്ക് വരുന്നിരുന്നെങ്കിൽ നമ്മൾ SL അടിക്കേനി. അങ്ങനെ SL അടിച്ചിട്ടായിരുന്നു ഇത്രയും ടാർഗറ്റിലേക്ക് പോയിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡ് ലോസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കാണുന്ന ഈ 19,000-ന് പകരം നമുക്ക് വരുന്ന ലോസ് എന്ന് പറഞ്ഞാൽ 2,300 ആയിരിക്കും. സോ 2,300-400 ആ റേഞ്ചിൽ ലോസ് വരും. അപ്പോൾ അത്ര ലോസ് വരുന്നതിന് പകരം ഇത്രയും പ്രോഫിറ്റ് കിട്ടിയത് ജസ്റ്റ് ഒരു ഫ്യൂ പോയിൻറ്റ്സിനാണ്. അത്രയും തൊട്ടടുത്ത് വരെ വന്നിട്ടാണ് അത് കയറിപ്പോയത്. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വരും മാർക്കറ്റിൽ. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ കൂളായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്ത് ഇരിക്കണം. പ്രോഫിറ്റ് ആണെങ്കിൽ ശരി, ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് പ്രോഫിറ്റാണ് കിട്ടിയത്. അത്യാവശ്യം നല്ല പ്രോഫിറ്റാണ്. 50 പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്ത് 1:8 എങ്ങനെ ഉണ്ട് ട്രേഡ്. സോ നേരെ മറിച്ച് ഇതിപ്പോൾ SL അടിച്ച് പോവുകയാണെങ്കിലും നമ്മൾ കൂളായിട്ട് വെയിറ്റ് ചെയ്യണം. അടുത്ത നല്ല എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, എന്തായാലും ഇന്നത്തെ ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴേക്ക് എൻട്രി നോക്കാൻ പറ്റിയ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. പക്ഷേ താഴത്ത് ഹയർ ടൈം ഫ്രെയിമിൽ നല്ല ലിക്വിഡിറ്റി ഏരിയസ് ടാപ്പ് ചെയ്തിട്ട് റിവേഴ്സിൽ കാണിച്ച് മേലേക്ക് വരുന്നതുകൊണ്ട് ഞാനിപ്പോൾ താഴേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യുന്നില്ല. ഇന്ന് ഞാൻ ബുള്ളിഷിനാണ് മാർക്കറ്റിൽ. പക്ഷേ ബുള്ളിഷായിട്ട് ഇപ്പോൾ ട്രേഡ് എടുക്കാൻ, പുതിയൊരു ട്രേഡ് എടുക്കാൻ വേറെ നിവൃത്തിയൊന്നുമില്ല. ബുള്ളിഷായിട്ട് വേറെ പുതിയ ട്രേഡ് എടുക്കണമെങ്കിൽ താഴെ ഏതെങ്കിലും ലിക്വിഡിറ്റി ഏരിയ പുതിയതായിട്ട് മാർക്കറ്റ് പോയി ടാപ്പ് ചെയ്യണം. ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ അങ്ങനെയുള്ള ലിക്വിഡിറ്റി ഏരിയാസ് ഒന്നും ഇല്ല മാർക്കറ്റിൽ താഴേക്ക് പോയി ടാപ്പ് ചെയ്യാൻ പറ്റിയത്. സോ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ചെറിയ 1 മിനിറ്റ് ലിക്വിഡിറ്റി ഏരിയ ഒന്നും ഞാൻ മേലേക്ക് നോക്കുന്നില്ല. അതിനുള്ള കാരണം എന്താ വെച്ചാൽ മേലുള്ള ചെറിയ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹയർ ടൈം ഫ്രെയിമിൽ താഴെ നിന്ന് മേലേക്കും പോകാൻ ചാൻസ് ഉണ്ട്. ട്രെൻഡ് മേലേക്കാണ്, ഡേ ഹൈ വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ താഴേക്ക് വരാൻ എൻട്രി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു IDX മേലെ പോയിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ തൽക്കാലം ഇനി എൻട്രി ഒന്നും എടുക്കുന്നില്ല. ഇനിയിപ്പോൾ അത്രയും നല്ല എൻട്രി പുതിയൊരു ലിക്വിഡിറ്റി ഏരിയ താഴെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് വന്ന് ടാപ്പ് ചെയ്തിട്ട് മേലേക്കൊക്കെ പോവുകയാണെങ്കിൽ, അങ്ങനെയുള്ള വല്ല എൻട്രീസും കിട്ടുകയാണെങ്കിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞു. 19,461. ഇനി ഏതെങ്കിലും പുതിയ ട്രേഡ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇന്ന് വേറെ ട്രേഡ്സ് ഒന്നും ഇല്ല. ഇനി നമ്മൾ രാവിലെ എടുത്ത ഒറ്റ ട്രേഡ് മാത്രമേ ഉള്ളൂ. സമയം 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 3:19 ആയി. വേറെ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് മേലേക്കിനാണ് വന്നത്. ബുള്ളിഷായിട്ട്, വളരെ ബുള്ളിഷായിട്ട് ഡേ ഹൈ എടുത്തു. പക്ഷേ അതുവരെ വെയിറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് വകുപ്പൊന്നും ഇല്ലായിരുന്നു. കാരണം ഇവിടെ ഒരു പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയ ഉണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു. അടുത്തൊരു നല്ല എൻട്രിക്ക് വേണ്ടി നോക്കി. അടുത്ത എൻട്രി ചെറിയ ലിക്വിഡിറ്റി ഏരിയസൊക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് ഇവിടെയാണ് ടാപ്പ് ചെയ്ത്, ടാർഗറ്റ് ടാപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് വീണ്ടും താഴെ വന്ന് ഇവിടെ 1 മിനിറ്റിലേക്കുള്ള ചെറിയ ലിക്വിഡിറ്റി ഏരിയ ഒക്കെ ടാപ്പ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ മേലേക്ക് കയറി പോയിട്ടുണ്ട്. ഇവിടെ ഒരു ഇന്റേണൽ ഏരിയ ഒക്കെ ഉണ്ട്, അതൊക്കെ ടാപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഹയർ ടൈം ഫ്രെയിം ഒന്നും ടാപ്പ് ചെയ്യാത്തതുകൊണ്ട്, ഹയർ ടൈം ഫ്രെയിം ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹയർ ടൈം ഫ്രെയിം ഒന്നും ക്രിയേറ്റ് ആയിട്ടൊന്നുമില്ല. ഇവിടെ ഈ ഏരിയയിലൊന്നും ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഒന്നും ക്രിയേറ്റ് ആയിട്ട് പോലില്ല. 5 മിനിറ്റിൽ പോലും ഇല്ല, പിന്നല്ലേ 50 മിനിറ്റും ഇതൊക്കെ. സോ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ എൻട്രീസ് ഒന്നും ഇല്ലേ. ഇവിടുന്ന് വേണമെങ്കിൽ താഴേക്ക് ഒരു എൻട്രി നോക്കാമായിരുന്നു. പക്ഷേ താഴേന്ന് ഹെവി ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വരുന്നതുകൊണ്ട് താഴേക്ക് എൻട്രി എടുത്തില്ല. അത് എടുത്തിരുന്നെങ്കിലും SL അടിക്കുമായിരുന്നു. ഓക്കെ, സോ അത്രയ്ക്കുള്ള ഇന്നത്തെ ട്രേഡ്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.